നമസ്കാരം. തൃശൂരിൽ BJPയുടെ വിജയത്തിന് വലിയ രീതിയിൽ സ്വാധീനം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. CPM നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള പങ്കുള്ള ഈ ഒരു തട്ടിപ്പ് കേസിൽ 300-ന് മുകളിൽ കോടികളാണ് ഇവന്മാര് അടിച്ചു മാറ്റിയത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇതിൽ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല വലിയ സ്രാവുകളും ഇനിയും വലയിലാകാനുണ്ട്. അതിന്റെ തെളിവെടുപ്പുകളൊക്കെ ED രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനോടൊപ്പം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങൾക്ക് ഉപരിയായിട്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. രാജ്യത്ത് നടക്കുന്ന ബാങ്ക് തട്ടിപ്പ് കേസുകളെല്ലാം തന്നെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അത് പുറത്തേക്ക് കൊണ്ടുവരും. ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ ആരെയും സമ്മതിക്കില്ല. ഇത് താൻ ഇത്രയും കാലം പ്രവർത്തിച്ചു വന്നിട്ടുള്ള രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ നമ്മുടെ സർക്കാർ ഇത് ഏറ്റെടുക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ ഇത് പറയാനുണ്ടായ സാഹചര്യം, ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സരസ്വതി ടീച്ചർ ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സരസ്വതി ടീച്ചറെ വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു. ഈ കരുവന്നൂർ ബാങ്ക് കൊള്ള അല്ലെങ്കിൽ ഇത് അടക്കമുള്ള കേസുകൾ കേരളത്തിൽ നിരവധിയുണ്ട്. ഇതിലെ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരണം, അതിന് പ്രധാനമന്ത്രിയുടെ സഹകരണം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രി ആ ഒരു സമയത്താണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ബാങ്ക് തട്ടിപ്പുകാരെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞതോടുകൂടി അതിനുശേഷം ഈ പറയുന്ന നരേന്ദ്രമോദി നേരിട്ട് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന് സരസ്വതി ടീച്ചറെ കാണുകയും പൊതുപരിപാടികൾ പങ്കെടുക്കുകയും സരസ്വതി ടീച്ചർക്കായിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥ വരെയും ഉണ്ടായി. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം നരേന്ദ്രമോദിയുടെ എല്ലാം ഈ ഒരു പ്രസ്താവനയിലൂടെയും നേരിട്ട് വന്ന ഈ ഒരു സംഭവങ്ങളിലൂടെയും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായി. അതിന്റെ പേരിൽ 80,000-ന് മുകളിൽ മാത്രം വോട്ടുകൾ ഉണ്ടായിരുന്ന ഈ മണ്ഡലത്തിൽ 1,89,000 വോട്ടുകളിലേക്ക് ഉയർത്താനായിട്ട് സരസ്വതി ടീച്ചറിന് സാധിച്ചു. സരസ്വതി ടീച്ചറുടെ വ്യക്തിപ്രഭാവവും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുമായിട്ടുള്ള അടുപ്പവും നരേന്ദ്രമോദി ആ മണ്ഡലത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയും അത് അവിടുത്തെ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ വീണ്ടും ചേലക്കരയിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. K. രാധാകൃഷ്ണൻ CPM സ്ഥാനാർത്ഥിയായി അവിടെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 35,000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഈ ആലത്തൂർ നിയമസഭാ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വെറും 5,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തിന് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് ലീഡ് നേടാൻ സാധിച്ചത്. അപ്പോ വലിയൊരു മാറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ മുന്നേറ്റം തന്നെ. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ ഇപ്പോൾ ഏറ്റവും യോഗ്യത ഉള്ള ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ BJP തന്നെ കണക്കാക്കുക, അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാൻ ചേലക്കരയിൽ സാധിക്കുക എന്നുള്ളത് സരസ്വതി ടീച്ചർ അവിടെ സ്ഥാനാർത്ഥി ആവുക എന്നുള്ള ഒരു സംഭവം തന്നെയാണ്. സരസ്വതി ടീച്ചർക്ക് ഈ ഒരു പാർലമെന്റ് ഇലക്ഷനോട് കൂടി ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശംസനീയമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാധീനം അവിടെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നിലവിൽ BJP നേതൃത്വം കൃത്യമായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയൊരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ സരസ്വതി ടീച്ചറെ വീണ്ടും ഒരിക്കൽ കൂടി ചേലക്കരയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ നിലവിൽ BJP നേതൃത്വത്തിന് ഒരു മടിയുമില്ലാത്ത രീതിയിൽ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോ ബൂത്ത് തല പ്രവർത്തനങ്ങൾ BJP കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ശ്രമം എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾ പോലും അല്ലെങ്കിൽ പഞ്ചായത്ത് പോലും ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ചേലക്കര. തിരുവില്ലാമല BJP ഭരിക്കുന്ന ആയിരുന്നു. ഇപ്പോ ഒരു ടോസിങ്ങിന്റെ പേരിലാണ് ആ ഒരു പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളും സംഘടനാ പ്രവർത്തനത്തിൽ വലിയ മികവുറ്റ കഴിവുള്ള ആളുകളുമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും എല്ലാം കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള സ്വാധീനം BJPക്ക് വർഷങ്ങളായിട്ടുണ്ട്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 36,000-ന് മുകളിൽ വോട്ടുകൾ നേടിയിട്ടായിരുന്നു BJPയുടെ ഒരു കരുത്തുറ്റ മുന്നേറ്റം. പല പഞ്ചായത്തുകളിലും നിരവധി വാർഡ് മെമ്പർമാരെ സൃഷ്ടിക്കാനും BJPക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അന്ന് നടത്തിയതിനേക്കാൾ സംഘടനാ സംവിധാനവും പ്രവർത്തകരുടെ എണ്ണവും അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വാധീനമൊക്കെ വർദ്ധിച്ചിരിക്കുന്ന ഈ ഒരു വളരെ വലിയ വേളയിൽ BJPക്ക് നിസ്സാരമായിട്ട് 50,000-ന് മുകളിൽ വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് നിലവിലെ
BJP നേതൃത്വം അവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു തിടുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ നേതൃത്വം പ്രവർത്തകരെ സെറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ നേരിട്ട് വന്ന് അവിടുത്തെ ബൂത്ത് തല കാര്യകർത്താക്കളെ കണ്ട് സംസാരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പാർലമെന്റ് ഇലക്ഷനിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിന്റെ 5 ഇരട്ടിയായിട്ട് സംഘടനയുടെ പ്രവർത്തന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ഒരുപാട് പരിശ്രമത്തിലാണ് അവർ. അപ്പൊ ആ പരിശ്രമങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കാണാമെങ്കിൽ പോലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ 140 മണ്ഡലങ്ങളിലും ഒരു വലിയ തരംഗം ഉണ്ടാക്കുന്നതിന് പോലെയുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ചേലക്കരയിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ഈ ലക്ഷ്യത്തിലേക്ക് BJPക്ക് കടന്ന് എത്താനായിട്ടുള്ള ആദ്യത്തെ ഒരു പടി തന്നെയാണ് ബൂത്ത് തല പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഈ സരസ്വതി ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വവും. സരസ്വതി ടീച്ചർ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി തന്നെ ചേലക്കര മണ്ഡലത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾ ആകെ മാറി മറിയുന്നതിൽ തർക്കമില്ല. മറ്റൊരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള BJPയുടെ ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി തന്നെയാണ്. ഒരുപാട് വിവാദങ്ങൾക്കിടയിലും ജനങ്ങളുടെ ഇടയിൽ ഓരോ ദിവസവും അദ്ദേഹത്തിനുള്ള സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം പത്രപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി, അല്ലെങ്കിൽ അവരെ എതിർത്തുകൊണ്ട് അവർക്കെതിരെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന്റെ യാഥാർത്ഥ്യവും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപിയെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ നിരന്തരം പ്രകോപിപ്പിക്കുക, ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുക. പക്ഷെ ഇതിനിടയിലും അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു വാക്ക് അത് കേരളത്തിലെ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ 1% പോലും തർക്കമില്ലാത്ത കാര്യമാണ്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലാണ്, അതിന്റെ പ്രവർത്തനത്തിലാണ്. താൻ 5 വർഷത്തിനുള്ളിൽ എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ തനിക്ക് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമേ താൻ നിർത്തിപ്പോകും. ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപടി എടുക്കും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് സഹകരിച്ചിട്ടും എയിംസ് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ഈ സാഹചര്യത്തെ വലിയ രീതിയിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ വരുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് സുരേഷ് ഗോപി എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രാതിനിധ്യം ഈ പറയുന്ന പ്രചരണ പ്രവർത്തനങ്ങളിൽ ചേലക്കരയിൽ BJPക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കൂട്ടത്തിൽ എങ്ങനെയാണോ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിനുപരിയായിട്ട് സംഘടനാ പ്രവർത്തനം മികവുറ്റ രീതിയിലാക്കിയത്, ബൂത്ത് തലത്തിൽ വോട്ട് ചേർക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം 75,000-ന് മുകളിൽ വോട്ടുകളാണ് BJP അവിടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ചേർത്തിയതെന്ന് BJP അവകാശപ്പെടുന്നു. അത് തിരഞ്ഞെടുപ്പിന് മുന്നും BJP അവകാശപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കൃത്യമായിട്ട് ഭൂരിപക്ഷത്തിലേക്ക് BJPയെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റ് മണ്ഡലങ്ങളിൽ ഇതേ പ്രവർത്തനം നടത്താൻ 74,000-നും 75,000-നും ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ എത്ര വോട്ടുകൾ ചേർത്തു ആ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ സാധിച്ചു. അതേ ഒരു പ്രവർത്തന പദ്ധതി ചേലക്കരയിലെ മുഴുവൻ ബൂത്തുകളിലും നടത്തുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു പോവുകയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ് ആയിട്ട് BJP എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ BJPക്ക് അനുകൂലമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. സരസ്വതി ടീച്ചർ BJPയുടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും BJPയെ പിന്തുണക്കുന്ന എല്ലാവരും. ഫാസ്റ്റ് ഫുഡ്സ്.